ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോയെ പറ്റിയാണ്. പലവിധ തെറ്റിദ്ധാരണകളുള്ള ഒരു ആഹാര പദാർത്ഥമാണിത്. ഇതിൻ്റെ പേരിലുള്ള ഒരു പൊട്ടറ്റോ എന്നുള്ളത് കൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വകഭേദമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ആഹാരം പ്രമേഹത്തിനെ വരുത്തുന്നു അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്ക് അത് കൂട്ടുന്നു എന്നൊക്കെയുള്ള ധാരണകളുമുണ്ട്. അപ്പോൾ അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്, എന്താണ് ഇതിൻ്റെ പോഷക ഗുണം, അല്ലെങ്കിൽ എങ്ങനെ പാകം ചെയ്താലാണ് ഇത് പ്രമേഹ രോഗികൾക്ക് പോലും വളരെ നല്ലൊരു ആഹാരമാകുന്നത്, ഇതൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻസ്? നമ്മുടെ ശരീരത്തിൽ തന്നെ മെറ്റബോളിക് റിയാക്ഷൻസ് അഥവാ ഈ രാസപ്രക്രിയകളൊക്കെ കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന കണികകളെയാണ് നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അത് നോർമലി തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പം ഉള്ള ഒരു സാഹചര്യങ്ങൾ കാരണം, ഇപ്പം നമ്മുടെ മലിനീകരണമാണെങ്കിലും ഈ പറയുന്ന പച്ചക്കറികളിലുള്ള വിഷം ഒക്കെ കാരണമാണെങ്കിലും മദ്യപാനവും അതുപോലെ സ്മോക്കിംഗ്, ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇതിങ്ങനെ വർദ്ധിക്കുമ്പോൾ എന്താണ് പറ്റുക? നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളും ത്വക്ക് രോഗങ്ങൾ, നമ്മൾ വേഗം പ്രായമാവുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് വളരെയധികം കൂടുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ നശീകരണത്തിനായിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇത് ക്രമാതീതമായി ഈ ഫ്രീ റാഡിക്കൽസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിനെ ഇവയെ നശിപ്പിക്കാൻ പറ്റാണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരത്തിലൂടെ നമ്മൾ ആൻറ്റി ഓക്സിഡൻസിനെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ആഹാരങ്ങൾ എപ്പോഴും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ഈ പറയുന്ന ഏജിങ് ഒക്കെ ആണെങ്കിലും ഒന്ന് പുറകേക്ക് നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രായമായി നമ്മുടെ സ്കിന്നൊക്കെ മോശമാവുന്നത് തടയാനും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. ഈ മധുരക്കിഴങ്ങിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ് ഈ പറയുന്നത്. വൈറ്റമിൻ എ ആണെങ്കിലും സി ആണെങ്കിലും വൈറ്റമിൻ ഇ, അതുപോലെ വൈറ്റമിൻ ബി, കെ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതെല്ലാം തന്നെ ഒരുമിച്ചടങ്ങിയിരിക്കുന്ന ഒരു ആഹാരമാണ് ഈ പറയുന്ന മധുരക്കിഴങ്ങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം, അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം, നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യം, ഇതെല്ലാം തന്നെ ഈ വൈറ്റമിൻ എയും ഇയും ഒക്കെ ഉള്ളത് കൊണ്ട് നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് രോഗപ്രതിരോധ ശക്തി. രോഗപ്രതിരോധ ശക്തിക്ക് ഈ പറയുന്ന വൈറ്റമിൻ സി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? നമ്മൾ പൊതുവെ ഇലക്കറികളിൽ മാത്രം കൂടുതലായി കണ്ടുവരുന്ന ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതുപോലും ഈ പറയുന്ന മധുരക്കിഴങ്ങിൽ അത്യാവശ്യം നല്ല എമൗണ്ടിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാക്കാനും ഒക്കെ തന്നെ ഈ പറയുന്ന മധുരക്കിഴങ്ങ് സഹായിക്കുന്നു. അതുപോലെ നമ്മളിപ്പോൾ മിനറൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് തന്നെ പൊട്ടാസ്യം ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പൊട്ടാസ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന BP ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ BP ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഒക്കെ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെയാണ് മധുരക്കിഴങ്ങിൽ ഒരുപാട് ഫൈബർ ഉണ്ട്. ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കും. അതിനോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സും ഈ ഫൈബറും ഒക്കെ തന്നെ നല്ലപോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മധുരക്കിഴങ്ങിന് ഒരു നേരത്തെ ആഹാരമായി തന്നെ കഴിക്കാം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു സൈഡ് ഡിഷ് ആയിട്ടോ അങ്ങനെ ഒന്നും തന്നെ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയറ് ഒരു ഫുള്ളാവുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരും ഇത് കഴിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായി വേറെ ആഹാരം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഈ കൊളസ്ട്രോൾ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് ഇത് സഹായകരമാവും. അതുപോലെ തന്നെയാണ് ഈ ചീത്ത കൊളസ്ട്രോൾ, LDL എന്നൊക്കെ പറയും, അത് കുറയ്ക്കാനും ഈ മധുരക്കിഴങ്ങ് സഹായകമാകുന്നുണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രമേഹമുള്ളവരെ സംബന്ധിച്ച് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്? അപ്പോൾ ഇതിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ലോ റിലീസ് കാർബോഹൈഡ്രേറ്റ് ആണത്. അതിലുള്ള ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് അലിഞ്ഞ് ചേരുന്ന സമയം കുറച്ച് കൂടുതലാണ്. അഥവാ കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെഷർ വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഈ ഷുഗർ കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അപ്പം നമ്മൾ ഈ ആഹാരത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഷുഗർ കണ്ടന്റ് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞ് ചേരാൻ കുറേ സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പം കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഷുഗറിൽ ഒരു സ്പൈക്കോ ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഈ മധുരക്കിഴങ്ങിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരു 45 മുതൽ 85 വരെയൊക്കെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 85 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഗ്ലൈസമിക് ഇൻഡെക്സിനെ താഴ്ത്തി ഇത് കഴിക്കാൻ പറ്റുക? അപ്പോൾ അത് നമ്മൾ പാകം ചെയ്യുന്ന വിധത്തിലാണ് അതിരിക്കുന്നത്. പല വിധേന നമുക്ക് പാകം ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം, മൈക്രോ ഓവനിൽ വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലേ?
പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ മൊത്ത പോഷക ഗുണവും നമുക്ക് കിട്ടാൻ സഹായകമാകുന്നത്. അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അങ്ങനെ പാകം ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും, ഒരു 45ൻ്റെ ഒക്കെ അടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷുഗർ ഉള്ളവരെ സംബന്ധിച്ച് അത് കഴിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അപ്പോൾ എപ്പോഴും കഴിക്കുമ്പം നമ്മൾ ഇതുപോലെ പുഴുങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെയാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഈ പാല് കൂടി നിർത്തി പയ്യെ സോളിഡ്സ് അല്ലെങ്കിൽ കട്ടി ആഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ഒരു സമയമുണ്ടല്ലോ അല്ലേ, അപ്പം മുതലേ ഈ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. നല്ലതായിട്ട് പുഴുങ്ങി ഉടച്ച് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇതിനകത്ത് നല്ല എമൗണ്ട് ഓഫ് ബീറ്റ കാരോട്ടീനൊക്കെ ഉണ്ട്. ബീറ്റ കാരോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ വൈറ്റമിൻ എ ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ കുഞ്ഞു മക്കളുടെ കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിലും അതുപോലെ അവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിനാണെങ്കിലും ഒക്കെ തന്നെ വളരെ സഹായിക്കും. അതുപോലെ നല്ല ജലാംശമുള്ള ഒരു ആഹാരമാണ് ഈ മധുരക്കിഴങ്ങ്. ജലാംശവും ആവശ്യത്തിന് കലോറിയും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളുടെ വളർച്ചയ്ക്കും ഒക്കെ ഇത് വളരെ നല്ല ഒരു ആഹാരം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രഗ്നൻസിയിലും ഈ പറയുന്ന പോലെ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് അയൺ ഉണ്ട്. അയൺ ഈ പ്രഗ്നൻസി സമയത്ത് ഈ അയണൊക്കെ കുറയാനുള്ള അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കുഞ്ഞിനാണെങ്കിലും ആവശ്യത്തിന് അയൺ കിട്ടാനും, അതുപോലെ തന്നെ ഫോളേറ്റ്, നമ്മൾ ഫോളിക് ആസിഡൊക്കെ കഴിക്കും പ്രഗ്നൻസി സമയത്ത്. അപ്പോൾ ഫോളേറ്റ് വളരെ അധികം ഉള്ള ഒരു ആഹാരമാണ് ഈ പറയുന്ന മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ജനന വൈകല്യങ്ങളും ഒന്നും തന്നെ ഇല്ലാണ്ട് കുഞ്ഞ് ജനിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ പ്രഗ്നൻസിയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഫൈബർ കണ്ടന്റും വാട്ടർ കണ്ടന്റും ഒക്കെ കാരണം തന്നെ ഈ മലബന്ധം ഒക്കെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്താനും മധുരക്കിഴങ്ങ് ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് ഈ പ്രഗ്നൻസിയിൽ ഷുഗർ വരാനും BP വരാനുള്ളൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതിനും ഈ പറയുന്ന മധുരക്കിഴങ്ങുകളിലെ ഈ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ കാരണം BP വരാതിരിക്കാനും, അതുപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇത്ര കുറവായതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഒന്നും വരാതെ തന്നെ ഇത്രയും നല്ല പോഷകം കിട്ടാനും ഒക്കെ തന്നെ ഈ മധുരക്കിഴങ്ങ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ തന്നെ മധുരക്കിഴങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്തായാലും നമുക്ക് കിട്ടും. നമ്മൾ നമ്മുടെ ആരോഗ്യത്തോടെ നമുക്ക് മുന്നേക്ക് ജീവിക്കാൻ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും.